മിശേലിട്ടും സ്നേഹമുള്ളവരെ, നോയമ്പിലെ 16-ാം ദിനം ക്രിസ്തു നാമത്തിലും ക്രിസ്തു വിശ്വാസത്തിലും ക്രിസ്തുവോടുള്ള ഏറ്റവും സ്നേഹത്തിലും ക്രിസ്തുവിൻ്റെ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവസാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ കടന്നു വന്നിരിക്കുന്നു. നമുക്കറിയാം, നോയമ്പ് എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു സമയമാണെന്നറിയാം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരും, പക്ഷെ അതിലേറെ സന്തോഷം സമാധാനവും അതിനോടൊപ്പം തന്നെ കടന്നു വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനം 33-ാം സങ്കീർത്തനം 21-ാം വാക്യമാണ്. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു, എന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ആയാലും ഒരു വലിയ വചനം ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നോ എനിക്കറിയത്തില്ല. അല്ല, ഇതിൻ്റെ ആയാലും വലിയൊരു അത്ഭുതകരമായ ഒരു വചനം ഇനിയും കാണും, കുറേ വചനം കാണും. പക്ഷെ എനിക്ക് ഈ ഒരു വചനം വലിയൊരു ശക്തിക്കും വലിയൊരു അനുഗ്രഹത്തിനുള്ളൊരു കാരണമായിട്ട് തോന്നി. അത് മറ്റേതൊന്നുമല്ല, അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. എന്ത് വലിയ വചനമാണ്! ദൈവത്തിൻ്റെ നാമം എത്ര വിശുദ്ധിയുള്ളതാണ്, ദൈവത്തിൻ്റെ നാമത്തിൽ എത്ര ശക്തിയുള്ള നാമമാണെന്ന്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യഥാർത്ഥ സന്തോഷം നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ദൈവത്തിൽ ഞാൻ എൻ്റെ ശരണം, എൻ്റെ വിശ്വാസം പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും യഥാർത്ഥ സന്തോഷം കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സോഴ്സ് ഓഫ് ജോയ് എന്താണ്, നമ്മുടെ സന്തോഷത്തിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നോയമ്പിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയത് അനുതാപമാണ്. അനുതാപത്തിന് ശേഷം ഞാൻ എന്നെ തന്നെ എൻ്റെ ആത്മപരിശോധന നടത്തണം. അനുതാപമുണ്ടായി ആത്മപരിശോധന നടത്തുമ്പോൾ ഇന്നലെ 10 പാപം ചെയ്തപ്പോൾ ഇന്നൊരു പക്ഷേ നമ്മൾ 9 ചെയ്യത്തുള്ളൂ. യഥാർത്ഥ അനുതാപം, യഥാർത്ഥ ദൈവസ്നേഹം അതാണ്. പാപങ്ങൾ കൂട്ടി കൊണ്ടുപോകാതെ പാപങ്ങൾ കുറയ്ക്കണം. ഇന്നലെ 10 ഇന്നത് 9 ആയിരിക്കണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സന്തോഷത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതായത് ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ്, ദൈവത്തിൻ്റെ നാമത്തിന് മാറ്റമില്ല, ദൈവം സത്യസന്ധനാണ്. ദൈവം സ്നേഹിച്ചാൽ അചഞ്ചലമായി സ്നേഹിക്കും, മരണം വരെ സ്നേഹിക്കും, മരണത്തിന് ശേഷം നിത്യജീവൻ തന്നെ നമ്മൾ സ്നേഹിക്കും. അതാണ് ദൈവസ്നേഹം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മാനുഷികമായ ബലത്തെ, അതെന്തിലാവട്ടെ, സമ്പത്താവാം, അഹങ്കാരമാകാം, അല്ലെങ്കിൽ വലിയ ഭവനമാവാം, അല്ലെങ്കിൽ എൻ്റെ ശാരീരിക അവസ്ഥയായിരിക്കും. അതായത് ശാരീരിക അവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗമല്ല, നല്ലൊരു അവസ്ഥ, ദൈവം തന്ന നല്ലൊരു മനസ്സ്, നല്ലൊരു ഹൃദയം, നല്ലൊരു ശരീരം, എന്താവട്ടെ, ഇതെല്ലാം എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ ശരീരം എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, എൻ്റെ ആരോഗ്യത്തെയും എൻ്റെ സമ്പത്തിനെയും എൻ്റെ ജീവിതത്തെയും അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്തതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ ചിന്തിക്കണം. വചനത്തിൽ സാംസന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സാംസൺ ഏറ്റവും വലിയ ശക്തിശാലിയും ബലവാനായിരുന്നു. അവൻ്റെ എല്ലാ ശക്തി നഷ്ടപ്പെട്ടു പോയി. ശക്തി നഷ്ടപ്പെട്ടപ്പോഴും അവൻ യുദ്ധം വിടുകയാണ്, പക്ഷെ അവന് വിജയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ ശക്തി നൽകി. അവൻ്റെ എതിരാളിയെ തോൽപ്പിച്ച ശേഷം അവൻ മരിച്ചത്. അത് മനസ്സിലാക്കുക. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, നോയമ്പിൽ ഏറ്റവും അധികം അവൻ്റെ നാമത്തിൽ ആശ്രയിക്കുക എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ശരണത്തിൽ കാത്തിരിക്കുക. വെയിറ്റ് ഫോർ ദ ഹോപ്പ് ഓഫ് ഗോഡ്. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഓരോ നോയമ്പ് കാലത്തിലും നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുക. ഇസ്രായേൽ ജനം സ്വതന്ത്രനാകാൻ വേണ്ടി കാത്തിരുന്നു. ശിഷ്യന്മാർ റെസറക്ഷൻ അല്ലെങ്കിൽ ഉത്ഥാനം, ഈസ്റ്റർ വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നു. കുരിശിൽ കിടന്നപ്പോൾ ശിഷ്യന്മാർ സങ്കടപ്പെട്ടു, പക്ഷെ 3-ാം ദിവസം ഉത്ഥാനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതൊരു സന്തോഷത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ജോബ് കർത്താവിൻ്റെ സമയം പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മൾ ഓരോ വ്യക്തികളും ഈ നോയമ്പിൽ കാത്തിരിക്കണം. ഇന്ന് എൻ്റെ സങ്കടം നാളത്തെ സന്തോഷമാണെന്ന് പറഞ്ഞ് കാത്തിരിക്കണം. ആ ഒരു കാത്തിരിപ്പിനൊരു സുഖമുണ്ട്, ആ ഒരു കാത്തിരിപ്പിനൊരു ശക്തിയുണ്ട്. ആ കാത്തിരിപ്പിൽ ദൈവം നമ്മളെ ഉയർത്തും എന്നൊരു വലിയൊരു ശക്തി, ഒരു സന്ദേശം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ആദ്യമേ നമ്മുടെ ആക്ഷൻസ്, അതായത് നമ്മളുടെ പ്രവൃത്തി അത് നന്നാക്കണം.
രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലാക്കണം, ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ കാത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ആക്ഷനായി മാറണം. ഞാൻ കാത്തിരിക്കുക എങ്ങനെയാണ്? ചുമ്മാ ഒരു മുറി കയറി ടി വി ഓൺ ചെയ്ത് അയ്യോ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, ഫാനെല്ലാം ഇട്ട് കിടന്ന് ഉറങ്ങി എന്ന് കാത്തിരിക്കുകയല്ല. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം കൂടുതലാക്കി ദൈവം തരും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം ദൈവം കുറച്ചും നമ്മളെ സന്തോഷിപ്പിക്കും. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ നൊയമ്പ് വിശുദ്ധിയോടെ നൊയമ്പാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. ആമീൻ.